നിരവധി പ്രമുഖർ അക്ഷരലോകത്തേക്ക് ചുവടുവെച്ച കോഴിക്കോട്ടെ ഗണപത് കുതിരവട്ടം AUP സ്കൂൾ അടച്ചുപൂട്ടാനൊരുങ്ങുന്നു. ഇത്തവണ ഒരു വിദ്യാർത്ഥി പോലും സ്കൂളിൽ പ്രവേശനത്തിനെത്തിയില്ല. റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യമാണ് പൊതുവിദ്യാലയത്തിന്റെ തകർച്ചയ്ക്കിടയാക്കിയതെന്ന ആക്ഷേപം ശക്തമാണ്. ഈ സ്കൂൾ അടച്ചുപൂട്ടുന്നതിൽ ഒരുപാട് വേദനിക്കുന്ന ഒരാളാണ് ഞാൻ. അതങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ നടൻ കുതിരവട്ടം പപ്പു അടക്കം ഒരു കാലത്ത് ഒരേ സമയം 500-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന വിദ്യാലയമാണിത്, കുതിരവട്ടം AUP സ്കൂൾ. ഇന്നിവിടെ വിദ്യാർത്ഥികളില്ല, പകരമുള്ളത് ഈ 3 ജീവനക്കാർ മാത്രമാണ്. ഒരു കാലത്ത് 600-ലധികം കുട്ടികളുടെ കലപില ശബ്ദം കേട്ടിരുന്ന കുതിരവട്ടം ഗണപതി AUP സ്കൂളിന്റെ ക്ലാസ് മുറികളിൽ ഇപ്പോൾ നിശബ്ദതയാണ് തളം കെട്ടി നിൽക്കുന്നത്. ചോക്കുപൊടിയുടെ ഗന്ധമുണ്ടായിരുന്ന വിദ്യാലയ ചുവരുകളിൽ മാറാലയുടെയും പൊടിപടലങ്ങളുടെയും ഗന്ധമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ക്ലാസ് മുറികളിൽ പാതി തകർന്നിരിക്കുന്ന ബെഞ്ചും ഡെസ്കും, പഴകി ദ്രവിച്ചു തുടങ്ങിയ പുസ്തകക്കെട്ടുകളും പൊടിയടിച്ച ഭൂപടങ്ങളും അനാഥമായി കിടക്കുന്നുണ്ട്. 1886-ലാണ് ഈ പൊതുവിദ്യാലയം സ്ഥാപിതമായത്. ഏതാനും വർഷം മുൻപ് വരെ കുട്ടികളുടെ ബാഹുല്യം കാരണം ഒരു മുറിയിൽ 2 ക്ലാസുകൾ വരെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇന്നെല്ലാം ഒരു ഭൂതകാല കുളിർ മാത്രമായി അവശേഷിക്കുകയാണ്. താൻ പഠിച്ച് പിന്നീട് ജീവനക്കാരിയായ വിദ്യാലയം നാമാവശേഷമാകാൻ പോകുന്നു എന്ന വേദന ഓഫീസ് സ്റ്റാഫായ N സജീഷയുടെ വാക്കുകളിലുണ്ട്. വിദ്യാലയം അടച്ചുപൂട്ടുക എന്നുള്ള ഒരു രീതിയിലേക്ക്, അതായത് ഒരു കുട്ടി പോലും സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്നുള്ള ആ വിഷമം ജൂൺ മുതൽ ഇന്ന് ഈ ദിവസം വരെ മാനസികമായി ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. കാരണം ഇവിടെ പഠിച്ച കുട്ടികൾ എന്നെ വിളിച്ച് ചോദിക്കും, നമ്മളെ സ്കൂളിനി ഇല്ല. നമ്മുടെ സ്കൂളിൽ പറയാൻ അവർക്ക് ആ പഠിച്ച കുട്ടികൾക്കാണ് പറ്റുക. അതുപോലെ ഇവിടുത്തെ അധ്യാപകരാണെങ്കിലും നമ്മുടെ സ്കൂളിൽ പറഞ്ഞിട്ട് അവർക്ക് പറയുകയാണെങ്കിൽ ഈ വിദ്യാലയം വേണം. അപ്പോൾ ഈ സരസ്വതി ക്ഷേത്രം ഒരിക്കലും അടച്ചു പൂട്ടരുത് എന്ന് ആഗ്രഹിക്കുന്നു. 600ഓളം കുട്ടികളും 26 അധ്യാപകരും ഉണ്ടായിരുന്ന പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന ഒരു വസന്തകാലം കുതിരവട്ടം AUP സ്കൂളിനുണ്ട്. വിദ്യാലയത്തിലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി വെച്ചു കൊടുത്തിരുന്ന രുക്മിണിയേച്ചിക്ക് ഒരു വിദ്യാർത്ഥി പോലുമില്ലാതെ അനാഥമാകുന്ന സ്കൂളിന്റെ അവസ്ഥയിൽ വലിയ നീറ്റലാണ് ഉണ്ടാകുന്നത്. 26 കൊല്ലം ആയി ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. അന്നൊക്കെ കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ കുറച്ച് ഇങ്ങനെ കുറഞ്ഞു വന്നത്. എന്താ കാരണം എന്നുള്ളതൊന്നും അറിയില്ല. ഇത് നിലനിന്ന് പോവാണ് ഗവൺമെൻറ് അനുവദിക്കണം. എനിക്ക് വേറെ ഇതിനുകൊണ്ട് ഈ തൊഴിലെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ ആരും കുട്ടികളാരുമില്ല, ടീച്ചർമാർ ഞാൻ മാത്രമേ ഉള്ളൂ. നേരത്തെ കറസ്പോണ്ടന്റ് മാനേജരായി എല്ലാം പരിപാലിച്ചിരുന്ന റാൽഫ് മെറൻഡസ് കോവിഡ് പിടിപെട്ട് മരിച്ചതോടെയാണ് സ്കൂൾ അനാഥമായത്. കോഴിക്കോട് നിന്നും ലണ്ടനിലേക്ക് ചേക്കേറിയ യഥാർത്ഥ മാനേജർ അറ്റകുറ്റപ്പണി നടത്താത്തതും സ്കൂൾ അടച്ചുപൂട്ടാൻ വഴിയൊരുക്കിയതായി പൂർവ്വ വിദ്യാർത്ഥിയായ ജിമീഷ് കോട്ടുളി പറയുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ആണെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തിയിട്ട് യാതൊരു തരത്തിലുള്ള റിനോവേഷനോ ഒരു പുതിയ പദ്ധതിയോ തയ്യാറാക്കാൻ മുന്നോട്ട് വരുന്നുമില്ല. ഇപ്പം വിദ്യാകിരണ പദ്ധതി, അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികളുണ്ട്. അത്തരത്തിലൊരു പദ്ധതിയുടെ ഭാഗമാക്കാതെ സ്കൂൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സങ്കടകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏതെങ്കിലും ഒരു പുൽത്തകിടിന് എന്തെങ്കിലും ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സ്കൂൾ നന്നാക്കാൻ വേണ്ടി ആ സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പ്രഥമാധ്യാപികയും ഹിന്ദി അധ്യാപികയും ഓഫീസ് സ്റ്റാഫും പാചകക്കാരിയും മാത്രമുള്ള വിദ്യാലയത്തിൽ കുട്ടികളെ എത്തിക്കാൻ സർക്കാർ തന്നെ മുൻകൈയെടുക്കണം. ഇല്ലെങ്കിൽ ഈ സ്കൂളിന്റെ സ്ഥാനത്ത് നാളെ കച്ചവട താൽപര്യത്തോടെയുള്ള മറ്റു കെട്ടിടം ഉയർന്നു വരാം. അന്നത്തെ തലമുറ അത് നോക്കി പറയുമായിരിക്കും, ഈ കെട്ടിടം നിലനിൽക്കുന്നിടത്താണ് കുതിരവട്ടം പപ്പു അടക്കമുള്ളവർ പഠിച്ചിരുന്ന സ്കൂൾ ഉണ്ടായിരുന്നത് എന്ന്. ഒട്ടനവധി മനുഷ്യർക്ക് അക്ഷര വെളിച്ചം പകർന്ന ഒരു വിദ്യാലയമാണിത്. ഈ വിദ്യാലയം അടച്ചുപൂട്ടുമ്പോൾ അവിടെ അടയ്ക്കുന്നത് വിദ്യയുടെ വെളിച്ചം കൂടിയാണ്. അതിനെ വഴിയൊരുക്കാതിരിക്കാൻ സർക്കാർ ഇടപെടണം. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.